അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ദുരവസ്ഥയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ടോൾ നൽകിക്കൊണ്ട് ഇറാന് സുരക്ഷിതമായ ചരക്ക് നീക്കത്തിന് വേണ്ടി ഇറാന് ടോൾ നൽകി പണം നൽകി വരുന്ന കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് അമേരിക്ക യുദ്ധം ചെയ്യുന്നത്? സത്യത്തിൽ അവിടെയുള്ള ആണവ റിയാക്ടറുകൾക്കെതിരെ, ആണവായുധം ഉണ്ടാക്കുന്നതിനെതിരെ ഇതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ അവരുടെ മിസൈൽ സംവിധാനങ്ങളെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. ഇപ്പോൾ അതൊന്നും എവിടെയും ചിത്രത്തിൽ തന്നെ കാണുന്നില്ല. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇറാന്റെ മുന്നിൽ ഏറ്റവും വലിയ പരാജയം നേരിട്ടിരിക്കുന്നു. ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള ശ്രമം നടത്തി, തുറക്കാൻ സാധിക്കുന്നില്ല. അതേ സമയത്ത് ഇറാൻ പൂർണ്ണമായും ഹോർമുസ് കടലിടുക്ക് അവരുടെ കൈപ്പിടികളിൽ ഒതുക്കി, അവരുടെ അധീനതയിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യുന്ന കാര്യം, തുറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഇറാൻ അവിടെ ടോൾ പിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ടോൾ നൽകരുത് എന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. എവിടെ എത്തി ഇറാനെതിരെയുള്ള യുദ്ധം എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇറാൻ ഇപ്പോൾ വലിയ നേട്ടമുണ്ടാക്കി. അതായത് ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന യുദ്ധം ടോൾ പിരിക്കണോ വേണ്ടേ എന്ന കാര്യത്തിലാണ്. അതായത് ആണവ റിയാക്ടറുകളോ മിസൈൽ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതോ ഇതൊക്കെ ചർച്ചയിൽ നിന്ന് പോയിരിക്കുകയാണ്. ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും അമേരിക്ക താഴോട്ട് വരുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ടോൾ നൽകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നൽകുന്ന കപ്പലുകൾക്ക് തീർച്ചയായും ഉപരോധം ഉണ്ടാകുമെന്ന പ്രസ്താവന ഇറക്കുന്നിടത്തേക്ക് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, ഇറ്റലി പറഞ്ഞിരിക്കുന്നു ട്രംപ് ഇങ്ങനെ വിജയിച്ചു എന്ന് പറയുന്നു. പക്ഷെ എന്ത് ലക്ഷ്യമാണ് ട്രംപ് നേടിയിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുകയാണ്. ഇറാന്റെ ആണവ റിയാക്ടറുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. മിസൈലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച പോലുമില്ല. ഈ ഒരു അവസ്ഥയിൽ ട്രംപ് വിജയിച്ചു എന്ന് പറയുമ്പോൾ അതൊരു കാപ്പട്യം മാത്രമാണ് എന്നാണ് ഇപ്പോൾ ഇറ്റലി അതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്.